സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ ബോളിവുഡ് താരം രൺബീർ കപൂറിന് സോഷ്യൽ മീഡിയയിൽ പരിഹാസം. താൻ എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കാറുണ്ടെന്നും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സനാതനധാരയിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുമാണ് സെറോദ ബ്രോക്കിംഗ് സ്ഥാപകനും വ്യവസായിയുമായ നിഖിൽ കാമത്തിന് നൽകിയ അഭിമുഖത്തിൽ രൺബീർ പറഞ്ഞത്. ഞാൻ സനാതനധർമ്മത്തിൽ വളരെയധികം വിശ്വസിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 2 വർഷമായി ഞാൻ അതിനെക്കുറിച്ച് ധാരാളം വായിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണെന്നും ഞാൻ വളരെ ആഴത്തിൽ പോയി മനസ്സിലാക്കി എന്നായിരുന്നു രൺബീറിൻ്റെ പ്രതികരണം. അഭിമുഖത്തിൻ്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് രൺബീറിനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ നിറഞ്ഞത്. താൻ ബീഫ് കഴിക്കാറുണ്ടെന്ന് രൺബീർ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. രൺബീറിൻ്റെ വാക്കുകൾ റിലീസാകാൻ പോകുന്ന തൻ്റെ രാമായണം സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. സ്വയം പ്രഖ്യാപിത ബീഫ് തീറ്റക്കാരൻ സനാതനധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അപമാനകരമാണ്. അദ്ദേഹം പെട്ടെന്ന് പുസ്തകം വായിക്കാനും മന്ത്രങ്ങൾ ചൊല്ലാനും യോഗ ചെയ്യാനുമൊക്കെ തുടങ്ങി. ഈ കെണിയിൽ ആരും വീഴരുത് എന്നാണ് എക്സിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ്. ഹിന്ദുക്കളുടെ പണം തട്ടിയെടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് രൺബീറിൻ്റെ പുതിയ ഇൻ്റർവ്യൂ എന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാഴ്ത്തിയും രൺബീർ കപൂർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. മികച്ചൊരു പ്രഭാഷകനാണ് മോദിയെന്നും ആളുകളെ ആകർഷിക്കുന്ന ഒരു കാന്തിക വലയം അദ്ദേഹത്തിന് ചുറ്റുമുണ്ടെന്നായിരുന്നു താരത്തിൻ്റെ പ്രതികരണം. നിഖിൽ കാമത്തുമായുള്ള അഭിമുഖത്തിൽ തന്നെയാണ് 2019 ബോളിവുഡ് താരങ്ങളും മോദിയും തമ്മിൽ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലെ അനുഭവങ്ങൾ രൺബീർ വിവരിച്ചത്. 4-5 വർഷം മുമ്പ് യുവ നടന്മാർക്കും നടിമാർക്കുമൊപ്പം താൻ പ്രധാനമന്ത്രി കാണാൻ പോയിരുന്നു. ആ നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം കടന്നു വരുന്നത്. കാന്തികമായ വലിയൊരു പ്രഭാവലയം അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന അദ്ദേഹം ഓരോരുത്തരോടും സംസാരിച്ചു. വളരെ വ്യക്തിപരമായ വിഷയങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. അന്ന് എൻ്റെ അച്ഛൻ്റെ ചികിത്സ നടക്കുകയായിരുന്നു. അച്ഛൻ എങ്ങനെയുണ്ട്, ചികിത്സ എങ്ങനെ പോകുന്നു എന്നെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ആലിയയോടും വിക്കി കൗശാലിനോടും കരൺ ജോഹറിനോടുമെല്ലാം ഓരോരോ കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചതെന്നും രൺബീർ പറഞ്ഞു. എല്ലാം വ്യക്തിപരമായ കാര്യങ്ങളായിരുന്നു. വലിയ മനുഷ്യരിലാണ് അത്തരം അധ്വാനമൊക്കെ കാണുക. അവർക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും അവരത് ചെയ്യും. ഷാരൂഖ് ഖാനെ പോലെ അത്തരത്തിൽ അധ്വാനമെടുക്കുന്ന വേറെയും വലിയ ആളുകളുണ്ടെന്നും താരം പറഞ്ഞു. അതേസമയം രാഷ്ട്രീയത്തിൽ ചേരില്ലെന്നും രൺബീർ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ അധികം ചിന്തിക്കാറില്ല. കലാകാരന്മാരുടെ ലോകത്ത് ജീവിക്കാനാണ് ഇഷ്ടം. പുതിയ സംഗതികൾ കൊണ്ടുവരാനും സിനിമകൾ സംവിധാനം ചെയ്യാനുമൊക്കെയാണ് എനിക്കിഷ്ടം. നിർമ്മാതാവാകാനുള്ള യോഗ്യത തനിക്കില്ല. ജഗ്ഗ ജാസൂസ് നിർമ്മിക്കാൻ ശ്രമിച്ച് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതാണ്. അതിനുള്ള ശേഷി എനിക്കില്ലെന്ന തിരിച്ചറിവ് അന്ന് എനിക്ക് കിട്ടി. നിനക്ക് രാഷ്ട്രീയക്കാരനാകാൻ പറ്റും, അത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ പറയാൻ സുഖമാണ്. പക്ഷേ ഓരോന്നിനും അതിൻ്റേതായ കഴിവുകൾ ആവശ്യമാണ്. രാഷ്ട്രീയക്കാരൻ എപ്പോഴും മനുഷ്യന്മാരുടെ ആളാകണം. താൻ അങ്ങനത്തെ ആളല്ലെന്നും രൺബീർ കപൂർ കൂട്ടിച്ചേർത്തു. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണം സിനിമയിൽ രാമൻ്റെ വേഷത്തിലാണ് രൺബീർ കപൂർ എത്തുന്നത്. സായ് പല്ലവിയാണ് സീത. യാഷാണ് രാവണൻ്റെ വേഷം ചെയ്യുന്നത്.